കൊച്ചി തീരത്ത് MSC എൽസാത്രി കപ്പൽ മുങ്ങിയത് വിശദീകരിക്കാൻ ഷിപ്പിംഗ് മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗും കേന്ദ്ര സംഘവും ഇന്ന് മാധ്യമങ്ങളെ കണ്ട് തുടർ നടപടികൾ വിശദീകരിക്കും. കപ്പലിൽ നിന്ന് ചോർന്ന എണ്ണ പടരുന്നത് തടയാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. 3 വെസലുകളാണ് നിരീക്ഷണത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അമൽ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്ന് എപ്പോഴായിരിക്കും വാർത്താ സമ്മേളനം നടത്തുക? ഒപ്പം തന്നെ ഈ എണ്ണ പടരാതിരിക്കാനുള്ള നടപടി എങ്ങനെ പുരോഗമിക്കുന്നു ഇത്? പ്രജിത, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്ന് 1 മണിയോട് കൂടിയാണ് വില്ലിംഗ്ടൺ ഐലൻഡിലെ നേവി ക്ലബിൽ വെച്ച് കേന്ദ്ര സംഘത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെയും പ്രതിനിധികൾ മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായി ഈ കപ്പൽ മറിഞ്ഞതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഇവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്നലെയൊക്കെയായിട്ട് കടലിൽ പടർന്നിരുന്ന ഓയിൽ നീക്കം ചെയ്യുവാനുള്ള ബൂമിങ്ങും ഡോണിയർ പ്ലെയിനുകൾ ഉപയോഗിച്ചും മറ്റ് 3 വെസലുകൾ ഉപയോഗിച്ചും ഒക്കെ കസ്റ്റംസ് നടത്തുന്നുണ്ടായിരുന്നു. കസ്റ്റംസും കോസ്റ്റ് ഗാർഡും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. കോസ്റ്റ് ഗാർഡിൻ്റെ ഈ ഒരു തീവ്രമായിട്ടുള്ള ശ്രമത്തിലൊക്കെയാണ് ഒരു പരിധിവരെ ഈ ഓയിലിനെ നിയന്ത്രിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത്. പക്ഷേ അപ്പോഴും കടൽ പ്രക്ഷുബ്ധമായതും പ്രകൃതിയുടെ ചില ഒരു കാലാവസ്ഥാ മാറ്റങ്ങളുമെല്ലാം ഈ ഒരു ഉദ്യമത്തിന് കുറേ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ കപ്പൽ തകർന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള നിഗൂഢതകളും ആശങ്കകളും ഒക്കെ സമൂഹത്തിന് പല രീതിയിലും പ്രചരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണ യോഗം ഉണ്ടാകുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു കാര്യത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യത്തെ ഒരു വാർത്താ കുറിപ്പ് എന്ന് പറയുന്നത് അത് കസ്റ്റംസിൻ്റെതാണ്. ആ കുറിപ്പിലാണ് നമ്മൾ വ്യക്തമായ ആധികാരികമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത്. കുറെ കൂടി ഈ ഒരു വിഷയത്തിൽ വ്യക്തത വരും ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടു കൂടി. ഏതായാലും ഈ കപ്പലിലുണ്ടായ ഏതെങ്കിലും തകർച്ചയാണോ അല്ലെങ്കിൽ കപ്പലിൻ്റെ ഡോക്കിന് കീഴെ ഉണ്ടായിരുന്ന ബലാക്കിലുണ്ടായിരുന്ന ചില തകർച്ചകൾ വല്ലതുമാണോ ഈ ഒരു കപ്പൽ മറിയുന്നതിനുള്ള സാധ്യത ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അതിനൊരു കാരണമായത് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചും കുറെ കൂടി വിശദീകരണങ്ങൾ ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ എണ്ണ പടരുന്നത് തടയാനുള്ള നടപടികൾ നടക്കുന്നുണ്ട് അവിടെ. അതോടൊപ്പം അത് തീരത്തേക്ക് വന്നിട്ടില്ല എന്നൊക്കെയുള്ള ചില സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നിരുന്നു. അത് സംബന്ധിച്ച് നേവിയോ കോസ്റ്റ് ഗാർഡോ എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? എണ്ണ പടരുന്നത് തടയാനുള്ള നടപടികളാണ് കഴിഞ്ഞ ദിവസം തൊട്ട് കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 3 വെസലുകളായിട്ട് ഈ എണ്ണ പടരുന്നത് തടയുവാനായിട്ടുള്ള ബൂമിങ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ബൂമിങ് ഒട്ടും അങ്ങനെ അത്രമേൽ ഫലപ്രദമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെയൊക്കെ ശക്തമായ മഴയും ഉണ്ടായിരുന്നു, കടൽ പ്രക്ഷുബ്ധമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഈ എണ്ണ പടരുന്നത് പൂർണ്ണമായും തടയാൻ കോസ്റ്റ് ഗാർഡിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ കേരള തീരത്തേക്ക് ഈ ഓയിൽ പടർന്നെത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ഇത്തരത്തിൽ എണ്ണ കടലിൽ പടരുന്നതിനെ സംബന്ധിച്ച് മത്സ്യബന്ധന തൊഴിലാളികൾ അടക്കം നിരവധി പേരാണ് ആശങ്ക ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇതുവരെയും എണ്ണ കടലിൽ നിന്ന് അല്ലെങ്കിൽ ഈ കപ്പൽ മറിഞ്ഞ സ്ഥലത്ത് നിന്ന് അധികം മാറി തീരത്തേക്ക് ഈ ഓയിൽ പടർന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിന് പുറമെ ഡോണിയർ പ്ലെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ എണ്ണ നീക്കം ചെയ്യുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പ്രജിത്ത്, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.